ഹലോ. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എൻ്റെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എനിക്കാരും പറഞ്ഞു തന്നില്ല, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഫസ്റ്റിലെ തന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എമർജൻസി അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് പ്രൈവറ്റിലുള്ളവർക്കാണ് ഞാൻ പറയുന്നത്, ഗവൺമെൻറ്റിലുള്ളവർക്ക് കുഴപ്പമില്ല, മന്ത്ലി സാലറി കിട്ടും, അപ്പോൾ അവർ ഓൾവേസ് മോസ്റ്റ്ലി സേഫാണ്. സ്റ്റിൽ അവർക്കും ചെയ്യാം, അല്ലെങ്കിൽ അവരും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ സ്ട്രൈക്ക് ഓൺ അല്ലെങ്കിൽ ഞാൻ ക്ലിക്ക് ഓൺ ചെയ്യുന്നത് എന്നെ പോലത്തെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് പ്ലസ് മിഡിൽ ക്ലാസ് പീപ്പിൾസിനെയാണ് മെയിൻലി. നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് പൈസ സേവിങ്സ് അക്കൗണ്ടിൽ എമർജൻസി ലിക്വിഡ് ഫണ്ടായിട്ട് കാത്തു വയ്ക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ജോലി നഷ്ടമാവാനുള്ള സാധ്യത ഉണ്ടാവാം. നമുക്കൊരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് സംതിങ് ലൈക്ക് ദാറ്റ് ഹാപ്പൻ ചെയ്യാം. അപ്പം തന്നെ നമ്മളെല്ലാവരും മിക്കവാറും സ്കൂട്ടേഴ്സൊക്കെ കാണുമായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു വണ്ടി റിപ്പയർ വരാം, നമുക്ക് ദൈനംദിന കമ്മ്യൂട്ടിന് അതില്ലാതെ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൈസ വേണമെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കറിയാം, നമ്മൾ മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ 10,000 രൂപ ശമ്പളം മാസം മേടിക്കുന്നവരുണ്ടാവും, 50,000 മേടിക്കുന്നവരുണ്ടാവും, 1,00,000 മേടിക്കുന്നവരുണ്ടാവും. പക്ഷേ നമ്മളൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫണ്ട് കീപ്പ് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. എന്തുകൊണ്ടാണ്? നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്നും എന്തെങ്കിലും ചിലവുണ്ടാവും. അപ്പം തന്നെ ഗൂഗിൾ പേ ഒക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ടപ്പടപ്പേന്നായിരിക്കും പൈസ ചിലവായി പോകുന്നത്. അപ്പം നമ്മളിതിനെപ്പറ്റി ശ്രദ്ധിക്കത്തില്ല. പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ 10 വർഷമായിട്ടും ഞാൻ പോലും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം നമ്മൾ പുതിയതായിട്ട് ജോലി കിട്ടി വരുന്നവരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മളെപ്പോലത്തെ സീനിയേഴ്സ് ആൾക്കാർ ഇതെന്തായാലും ചെയ്യണം, എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വെക്കണം. നമുക്ക് വലിയൊരു എമൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 500 രൂപ 1000 രൂപ നമ്മളെ വൈഫിനെങ്കിലും ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ അമ്മയോ ആരെങ്കിലും ഏൽപ്പിക്കുക. വുമൺ ആർ ദ ബെസ്റ്റ് ഫിനാൻഷ്യൽ മാനേജേഴ്സ്, അല്ലെങ്കിൽ ഫിനാൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടീംസ് അവരാണ്. അപ്പോൾ അവരെ ഏൽപ്പിച്ചാൽ നമുക്ക് അത്യാവശ്യം അവരിൽ നിന്ന് കടമെങ്കിലും നമുക്ക് മേടിക്കാം. അതുകൊണ്ട് ഒരു നിശ്ചിത എമൗണ്ട്, അത് ഹിസ്റ്ററീസ് പറയുന്നത് ഒരു 3 to 6 months നമ്മളെ സാലറി, അല്ലെങ്കിൽ നമ്മുടെ സാലറി ഞാൻ പറയില്ല, ഉദ്ദേശിക്കുന്ന എക്സ്പെൻസിൻ്റെ അത്രയെങ്കിലും വേണമെന്നാണ്. അത്രയും പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഒരു എമൗണ്ട്. കാരണം നമുക്കറിയാം, ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. പിന്നെ നമ്മൾ കടമെടുപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുപ്പ് അങ്ങനെയൊക്കെ പോകും. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, അറിയാം. എന്നാലും ഒന്ന് ശ്രമിക്കുക. 500 വെച്ചിട്ടൊന്ന് എങ്ങോട്ടെങ്കിലും നീക്കാനായിട്ട്, ഞാൻ പറയുന്ന ചെറിയ എമൗണ്ട് ഒന്ന് നീക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ലിക്വിഡ് ഫണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. RD പോലെ വല്ല ഇടുക. RD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഫൈൻ പോകുമെന്ന് നിങ്ങൾക്കൊരു പേടിയാണ്. അതായത് ഞാൻ കണ്ടിന്യൂ ചെയ്തില്ലേ, അങ്ങനെ ചെയ്താൽ 500,000 RD ചെയ്തിട്ട് ഇൻട്രസ്റ്റ് മാസം തന്നെ ബാങ്കിൽ വരുന്ന രീതിക്കുള്ള RDs ഉണ്ട്, അത് ചെയ്യുക. അപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് പെനാൽറ്റി പിടിക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട. എന്നിട്ട് നമുക്കൊരു അത്യാവശ്യം അത് ബ്രേക്ക് ചെയ്തിട്ട് പൈസയും എടുക്കാം. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വഴി കുറച്ച് ലിക്വിഡ് ഫണ്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. അതായത് അതെങ്ങും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടല്ല, നമുക്ക് എടുത്ത് പെരുമാറാൻ പറ്റുന്ന പൈസ, ലിക്വിഡായിട്ട് പേഴ്സിലുണ്ടെന്ന് തോന്നുന്നത് പോലത്തെ പൈസ, പക്ഷേ പേഴ്സ് വയ്ക്കേണ്ട തീർന്നു. അതിനൊക്കെ അടുത്തായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യാത്തത് നമുക്ക് വളരെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് വേണം. കാരണം നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റൽ ചെയിൻസ് എല്ലാം ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ UK ആസ്ഥാനമായിട്ടുള്ള വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേറ്റ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതായത് അവർ അതിൽ ഷെയർ ഇടുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യ മേഖല മൊത്തത്തിൽ US UK പോലെ മാറും. US UK ഞാൻ വായിച്ച അറിവിൽ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളോട് ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻഷുറൻസ് നിർബന്ധമാണ്. നമ്മൾ നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ്. ആ ഇൻഷുറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റൽസിലെല്ലാം ആരെ വേണമെങ്കിലും A to Z ആൾക്കാർക്കും ഉണ്ടാവും അവരെ കാണിക്കുന്നത് പോലും നമ്മൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും. ഇതെനിക്ക് 5-ാം തീയതി ഒരു പല്ല് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർജറി ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് മന്ത് 20th ബുക്ക് ചെയ്യണം, എന്നാലേ എനിക്ക് സ്ലോട്ട് കിട്ടുള്ളൂ. അല്ല നമ്മളിവിടെ ഇപ്പം നമ്മൾ പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞാൽ ആശുപത്രി ചെല്ലുന്ന പോലെ ചെല്ലാൻ പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സത്യമാണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ എന്തൊക്കെയായാലും നമ്മുടെ ഇവിടെ